ശബരിമലയിലെ ഈ വർഷത്തെ വരുമാനത്തിൽ വലിയ കുറവ്. 28 ദിവസത്തെ കണക്ക് പുറത്തുവിട്ടപ്പോൾ നടവരവിൽ 20 കോടിയുടെയും അരവണ വിൽപ്പനയിൽ 11 കോടിയുടെയും കുറവ് രേഖപ്പെടുത്തി. തീർത്ഥാടകരുടെ എണ്ണത്തിലെ കുറവാണ് വരുമാനത്തിൽ പ്രതിഫലിച്ചത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഈ മണ്ഡലകാലത്ത് ചില ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രണാതീതമാണെങ്കിലും പൊതുവിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഈ കുറവ് വരുമാനത്തിലും പ്രതിഫലിച്ചു. 28 ദിവസത്തെ കണക്ക് പുറത്തുവിട്ടപ്പോൾ മുൻവർഷം 154 കോടിയായിരുന്ന നടവരവ് ഈ വർഷം 134 കോടിയായി കുറഞ്ഞു. 20 കോടിയാണ് വ്യത്യാസം. അരവണ വിൽപ്പന 73 കോടിയിൽ നിന്ന് 61 കോടിയിലെത്തി. 11 കോടി 84 ലക്ഷത്തിന്റെ കുറവ്. കാണിക്ക വരുമാനത്തിൽ 5 കോടിയുടെയും അപ്പം വിൽപ്പനയിൽ 1.5 കോടിയുടെയും കുറവുണ്ട്. മുൻവർഷങ്ങളിൽ കോവിഡിനും പ്രളയത്തിനും ശേഷമുള്ള മണ്ഡലകാലമായതിനാൽ വലിയ വരുമാനമുണ്ടായെന്നും ഈ വർഷം തീർത്ഥാടകരുടെ എണ്ണത്തിലെ കുറവാണ് വരുമാനത്തിൽ പ്രതിഫലിച്ചതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വരും ദിവസങ്ങളിൽ വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു കണക്ക് വെച്ച് നമുക്ക് പോസിറ്റീവായി കാണുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ അരവണയുടെ വിൽപ്പന ഏതാണ്ട് ഒരു 2-2.25 ലക്ഷമായിരുന്നു ശരാശരി. അത് 3 ദിവസം മുമ്പ് 4.25 ലക്ഷം ടിന്ന് വരെയായി. പക്ഷെ ഇപ്പൊ ശരാശരി ഒരു 3.25 ലക്ഷം ടിന്ന് അരവണയിലേക്ക് മാറി വരികയാണ്. അപ്പൊ ഇതെല്ലാം ഒരു പോസിറ്റീവായി കാണുന്നു. അതിനിടെ സന്നിധാനത്ത് ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. കഴിഞ്ഞ ആഴ്ച തിരക്ക് നിയന്ത്രണാതീതമായതിനു ശേഷമുള്ള ആദ്യവാരത്തിൽ 81,000 പേരാണ് ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. പമ്പയിലും നിലയ്ക്കലും ഗതാഗത പ്രശ്നങ്ങളില്ല. എന്നാൽ വൈകിട്ടോടെ കൂടുതൽ തീർത്ഥാടനം എത്തുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. ഇത് മുന്നിൽ കണ്ട നിലയ്ക്കലിൽ 500 വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം പമ്പ ഹിൽ ടോപ്പിൽ 2500 വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി ദേവസ്വം ബോർഡ് ഹൈക്കോടതി റിവ്യൂ ഹർജിയും നൽകും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.